പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ, ഫ്ലറിഷിംഗ് ആണോ ഡിക്ലൈനിങ് ആണോ, അത് കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന 4 ഇൻക്രീസ് ചെയ്യാണോ ഫ്ലറിഷിംഗ് ആണോ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡിക്ലൈനിങ് ആണോ, ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന 4 ബേസിക് പ്രോസസ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. നമ്മൾ പറഞ്ഞിരുന്നു അതിനെ ഡിനോട്ട് ചെയ്യുന്നത് N. സോ ആ ബേസിക് പ്രോസസ്സുകൾ നേറ്റാലിറ്റി, നമ്പർ ഓഫ് ബർത്ത്, ഒരു എത്ര ജനനം നടക്കുന്നു, ആ ഇനീഷ്യൽ പോപ്പുലേഷൻ ഡെൻസിറ്റിക്ക് എത്രത്തോളം ബർത്തുകൾ ആഡഡ് ആവുന്നു ഗിവൺ ഡ്യൂറേഷനിൽ, അതാണ് നേറ്റാലിറ്റി B എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇമിഗ്രേഷൻ, എത്രത്തോളം സെയിം ഇൻഡിവിജ്വൽസിൻ്റെ നമ്പർ ഓഫ് സ്പീഷീസ് ആഡഡ് ആവുന്നു ആ പെർട്ടിക്കുലർ ഹാബിറ്ററ്റിൽ വേറെ എവിടെ നിന്നെങ്കിലും, അതാണ് ഇമിഗ്രേഷൻ I. പിന്നെയുള്ളതാണ് മോർട്ടാലിറ്റി, നമ്പർ ഓഫ് ഡെത്ത്, എത്രത്തോളം ഡെത്ത് നടക്കുന്നു ആ ഗിവൺ പോപ്പുലേഷനിൽ ആ പെർട്ടിക്കുലർ ടൈം പീരീഡിൽ. സോ D, മോർട്ടാലിറ്റി D. പിന്നെയുള്ളത് എമിഗ്രേഷൻ, എത്രത്തോളം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആ ഗിവൺ പോപ്പുലേഷനിൽ നിന്ന് ലെഫ്റ്റ് ആവുന്നു, അതാണ് എമിഗ്രേഷൻ E. അപ്പോൾ 4 ബേസിക് പ്രോസസ്സുകൾ നേറ്റാലിറ്റി B, ഇമിഗ്രേഷൻ I, മോർട്ടാലിറ്റി D, എമിഗ്രേഷൻ E. ഇതിൽ പോസിറ്റീവായിട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റീനെ ഇൻക്രീസ് ചെയ്യിക്കുന്ന ഫ്ലറിഷ് ചെയ്യുന്ന ഫാക്ടറുകളാണ് അല്ലെങ്കിൽ പ്രോസസ്സുകളാണ് പറഞ്ഞത് നേറ്റാലിറ്റി B, അതുപോലെ ഇമിഗ്രേഷൻ I. ഈ 2 ബേസിക് പ്രോസസ്സിലും പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പുതിയ സെയിം സ്പീഷീസിൻ്റെ ആഡഡ് ആവുന്നു, ഓരോ വട്ടം നമ്പർ ഓഫ് ബർത്ത് നടക്കുന്നു, ആ പോപ്പുലേഷൻ ഇനീഷ്യൽ ഡെൻസിറ്റിയുടെ കൂടെ ആഡ് ചെയ്യുന്നു. സോ ഇത് രണ്ടും ഇൻക്രീസിങ് ഫാക്ടേഴ്സാണ് അല്ലെങ്കിൽ ഫ്ലറിഷിംഗ് ഫാക്ടേഴ്സാണ് പോപ്പുലേഷൻ ഡെൻസിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന. അതുകൊണ്ടാണ് പ്ലസ് പോസിറ്റീവ് സൈനുകൾ ഇൻക്രീസിങ് അഥവാ ഫ്ലറിഷിംഗ്. അതേസമയം മോർട്ടാലിറ്റി എന്ന നമ്പർ ഓഫ് ഡെത്ത് ആണ് നമ്മൾ പറഞ്ഞു. സോ എത്ര നമ്പർ ഓഫ് ഡെത്ത് നടക്കുന്നുണ്ട് ആ പോപ്പുലേഷനിൽ പെർട്ടിക്കുലർ ടൈം പീരീഡിൽ, സോ അത് അവിടെ നിന്ന് എണ്ണം കുറയുകയാണ് ചെയ്യുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ. അതുകൊണ്ട് അത് നെഗറ്റീവ് സൈൻ എടുത്തു, മൈനസ് സൈൻ കൊടുത്തുക്കണു. അതുപോലെ എമിഗ്രേഷനും നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആ ഗിവൺ പോപ്പുലേഷനിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോവുമ്പോഴും അവിടെ എന്താണ് നമ്പർ കുറയുകയാണ് ചെയ്യുന്നത്. സോ ലെഫ്റ്റ് ആവുന്ന ഇൻഡിവിജ്വൽസ് എണ്ണം കുറയുന്നതുകൊണ്ട് എമിഗ്രേഷൻ E ആണ് റെപ്രസെൻറ്റ്, അവിടെയും നെഗറ്റീവാണ്. സോ ഈ മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ എന്താണ് സൂചിപ്പിക്കുന്നത്, ഈ പോപ്പുലേഷൻ ഡെൻസിറ്റീനെ ഡിക്ലൈൻ ചെയ്യുന്ന പ്രോസസ്സുകളാണ് മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ. പോപ്പുലേഷൻ ഡെൻസിറ്റീനെ ഫ്ലറിഷ് ചെയ്യിക്കുന്ന ഇൻക്രീസ് ചെയ്യുന്ന 2 ബേസിക് പ്രോസസ്സുകളാണ് നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ. ഇത് രണ്ടും നമ്പർ ഓഫ് ബർത്തുകളും അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആഡ് ചെയ്ത് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുന്നു. ഇത് രണ്ടും അവിടെ ഇൻഡിവിജ്വൽസ് ഒന്നുകിൽ ഡെത്ത് ആവുന്നു, മരണം സംഭവിക്കുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ലെഫ്റ്റ് ആവുന്നു. സോ ഇത് രണ്ടിലും പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ എണ്ണം കുറയുന്നു. സോ ഇത് രണ്ടും നെഗറ്റീവ് സൈനുകളും ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് പോസിറ്റീവ് സൈനുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ N എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം. സോ N നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തെന്താ പോപ്പുലേഷൻ ഡെൻസിറ്റി. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം T, ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ N എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫോർമുലയിൽ ദെൻ ഡെൻസിറ്റി അറ്റ് ടൈം T+1. സോ ടൈം Tയിലാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നുള്ളൊരു കൺസിഡറേഷൻ വെച്ചിട്ട്, സോ ഡെൻസിറ്റി അറ്റ് ടൈം T+1 ആണെങ്കിൽ ആ ഫോർമുല ഇതാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം T+1, N എന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി ടൈം T+1 ഡെൻസിറ്റി അറ്റ് ടൈം T+1 ആണെങ്കിൽ ആ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഫോർമുല ഇതാണ് NT, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് പെർട്ടിക്കുലർ ടൈം. NT പ്ലസ് B+I. എന്താണ് B+I? നേറ്റാലിറ്റി പ്ലസ് ഇമിഗ്രേഷൻ. പോപ്പുലേഷൻ ഡെൻസിറ്റീനെ ഫ്ലറിഷ് ചെയ്യുന്ന ഇൻക്രീസ് ചെയ്യിക്കുന്ന ബേസിക് പ്രോസസ്സുകൾ. B+I, അതിൽ നിന്ന് മൈനസ് D+E. D+E എന്താ? മോർട്ടാലിറ്റി D, എമിഗ്രേഷൻ E. അതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം T+1. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം T+1 എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ B+1. നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ, അതിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു?
ഈ രണ്ട് നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ നിന്ന് എന്ത് കുറയ്ക്കുന്നു? D+E മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ കുറയ്ക്കുന്നു. സോ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞത് ഈ എബവ് നമ്മളിപ്പോൾ കാണിച്ച ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. എങ്ങനെയാണെങ്കിൽ ഇഫ് നമ്പർ ഓഫ് ബർത്ത് ആൻഡ് നമ്പർ ഓഫ് ഇമിഗ്രൻസ്, നമ്പർ ഓഫ് ബർത്ത് ഓഫ് ഇൻഡിവിജ്വൽസ്, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കൂടുകയാണെങ്കിൽ, ഇഫ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഈ പറഞ്ഞ നേറ്റാലിറ്റിയിലും ഇമിഗ്രേഷനിലും കൂടുകയാണെങ്കിൽ, അതായത് B+I എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രീസ് ചെയ്യുന്ന ബേസിക് പ്രോസസ്സുകളാണ്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി വിൽ ഇൻക്രീസ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ ഇഫ് നമ്പർ ഓഫ് ബർത്ത് നടക്കുകയാണെങ്കിൽ ആൻഡ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇമിഗ്രൻസ്, നമ്പർ ഓഫ് ബർത്ത് നടക്കുകയാണെങ്കിലും നമ്പർ ഓഫ് ഇമിഗ്രൻസ് ഉണ്ടാവുകയാണെങ്കിലും B+I കൂടുതലാണെങ്കിൽ ദാൻ ഏതിനേക്കാളും, ഡെത്തിനേക്കാളും എമിഗ്രേഷനേക്കാളും, ഡെത്ത് പ്ലസ് എമിഗ്രേഷനേക്കാളും നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതായത് B+I കൂടുതലാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ഈ ഇക്വേഷനിൽ മനസ്സിലാവുന്നത്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ബേസിക് പ്രോസസ്സുകളും കൂടണം. ഏതാ രണ്ട് ബേസിക് പ്രോസസ്സുകൾ? നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ. അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. സോ ഈ രണ്ട് പ്രോസസ്സുകളും നമ്പർ ഓഫ് ബർത്തും നമ്പർ ഓഫ് ഇമിഗ്രൻസും കൂടുകയാണെങ്കിൽ ഏതിനേക്കാളും, നമ്പർ ഓഫ് ഡെത്തിനേക്കാളും നമ്പർ ഓഫ് എമിഗ്രേഷനേക്കാളും D+Eനേക്കാളും കൂടുതലാണ് B+I എന്ന് പറഞ്ഞ ഫാക്ടേഴ്സുകൾ എന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടും. അതല്ല തിരിച്ച് D+E ഡെത്തും ഇമിഗ്രേഷനുമാണ് കൂടുതൽ, ഇവർ ബർത്ത് നേറ്റാലിറ്റിയും ഇമിഗ്രേഷനും കുറവാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയും. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് പ്രോസസ്സുകൾ നടക്കണം. ഏത് രണ്ട് പ്രോസസ്സുകളും? നേറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ. B+I കൂടുതലായിരിക്കണം. ഏതിനേക്കാളും? D+Eനേക്കാളും. ഇനി D+E ആണ് കൂടുതൽ B+I-നേക്കാളെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഫാക്ടറുകളായിരിക്കും ഈ രണ്ട് ഫാക്ടറിനേക്കാളും കൂടുതലായിട്ടുണ്ടാവുക. സോ എപ്പോഴും പോപ്പുലേഷൻ ഡെൻസിറ്റി ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ B+I കൂടുതൽ ആൻഡ് D+E കുറവ്. എന്നാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിക്രീസിങ് ആണ് അല്ലെങ്കിൽ ഡിക്ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഈ D+E കൂടുതൽ B+I കുറവായിരിക്കും. സോ നമുക്ക് ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ചേഞ്ച് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഫ്ലറിഷിംഗ് ആണോ അഥവാ ഡിക്ലൈനിങ് അഥവാ ഡിക്രീസിങ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മളൊരു പോപ്പുലേഷൻ ഡെൻസിറ്റി നോക്കുമ്പോൾ അവിടെ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ബർത്ത് ആൻഡ് ഡെത്ത് ആണ്. നോർമൽ കണ്ടീഷനിൽ നമ്മൾ ബർത്തിനെയും ഡെത്തിനെയും, ജനനത്തിനെയും മരണത്തിനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറുകൾ, പോപ്പുലേഷൻ ഡെൻസിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത് ബർത്ത് ആൻഡ് ഡെത്ത് ആണ് നോർമൽ കണ്ടീഷൻസിൽ. എന്നാൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പുതിയ ഹാബിറ്ററ്റ് പെട്ടെന്ന് പുതുതായിട്ട് കോളനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻസ്റ്റൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ന്യൂ ഹാബിറ്ററ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, ഒരു ന്യൂ ഹാബിറ്ററ്റ് അവിടെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, കോളനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ഹാബിറ്ററ്റ്, അവിടെ ഈ ബർത്ത് റേറ്റിനേക്കാളും ആ പോപ്പുലേഷൻ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ ആയിരിക്കും ഇമിഗ്രേഷൻ. സോ നോർമൽ കണ്ടീഷൻസിൽ പോപ്പുലേഷൻ ഡെൻസിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടറുകളാണ് ഈ പറഞ്ഞ ബർത്ത് ആൻഡ് ഡെത്ത്. എന്നാൽ ഒരു പുതിയ ഹാബിറ്ററ്റ്, ഒരു പുതിയ ഹാബിറ്ററ്റാണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ കോളനൈസ് ചെയ്തെന്നുണ്ടെങ്കിൽ അവിടെ ഈ നേറ്റാലിറ്റികളെ, നമ്പർ ഓഫ് ബർത്തിനേക്കാളും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പോപ്പുലേഷൻ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടർ അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇമിഗ്രേഷൻ ആയിരിക്കും. സോ ഒരു പുതിയ ഹാബിറ്ററ്റിൽ എപ്പോഴും ഇമിഗ്രേഷനാണ് കൂടുതലായിട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി അഥവാ പോപ്പുലേഷൻ ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടർ. ഏതിനേക്കാളും? നേറ്റാലിറ്റി അഥവാ ബർത്ത് റേറ്റിനേക്കാളും.